ഹരേ കൃഷ്ണ. ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ നാരായണീയ പണ്ണത്തിൽ ദശകം 4 അഷ്ടാംഗയോഗവും തൽസിദ്ധി പ്രകാരവും എന്നുള്ളതിൽ 10 ശ്ലോകം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 11ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. അഗ്നിവാസരവളർക്ഷപക്ഷകൈർ ഉത്തരായണ ജുഷാജ ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. അഗ്നിവാസര വളർക്ഷപക്ഷകൈഹി പ്ലസ് ഉത്തരായണ ജുഷ ച ദൈവതൈഹി പ്രാപിതഃ രവിപദം ഭവത്പരഃ മോദവാൻ ധ്രുവപദാന്തം പ്ലസ് ഈയതേ. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം നോക്കാം. അഗ്നിവാസര വളർക്ഷപക്ഷകൈഹി. അഗ്നി വാസര വളർക്ഷ പക്ഷകൈഹി ഉത്തരായണ ജുഷ. ഉത്തര അയന ജുഷ. രവിപദം രവിപദം. ഭവത്പരഃ ഭവത് പരഃ. ധ്രുവപദാന്തം ധ്രുവപദ അന്തം. പദച്ഛേദവും കഴിഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഭവത്പരഃ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയെ മാത്രം സേവിച്ച അല്ലെങ്കിൽ ഉപാസിച്ച യോഗി അഗ്നിവാസര വളക്ഷപക്ഷകൈഹി. അഗ്നി പകൽ സമയം, ശുക്ലപക്ഷം ഉത്തരായണ കാലാധിഷ്ഠിതങ്ങളും ആയ ദേവതൈഹി ദേവതകളാൽ രവിപദം പ്രാപിതഃ സൂര്യലോകം പ്രാപിക്കപ്പെട്ടവനായി മോദവാൻ ദിവ്യാനന്ദം അനുഭവിക്കുന്നവനായിട്ട് ധ്രുവപദാന്തം ഈയതേ ധ്രുവലോക പര്യന്തം എത്തിച്ചേരുന്നു. അങ്ങയിൽ മാത്രം താല്പര്യമുള്ള സൂക്ഷ്മശരീരിയായ ജീവൻ അഗ്നി ദിവസം, ശുക്ലപക്ഷം, ഉത്തരായനം എന്നിവയിൽ അധിഷ്ഠിതമായ ദേവതകളാൽ സൂര്യപദത്തിൽ എത്തിക്കപ്പെട്ടവനായി ധ്രുവപദത്തിൻ്റെ അതിർത്തി വരെ എത്തുന്നു. ക്രമമുക്തി സ്വീകരിച്ച് ലിംഗശരീരത്തോടുകൂടി മൂർധാവ് ഭേദിച്ച് സുഷംനാപതമായ സൂര്യരശ്മിയിലൂടെ പുറത്തു കിടക്കുന്ന ജീവാത്മാവിന് 2 ഗതികളിൽ ഒന്ന് ഇച്ഛാനുസരണം തിരഞ്ഞെടുക്കാം. ഒന്ന് അർച്ചിരാദിഗതി. അഗ്നി വഴിക്കുള്ള ഈ ഗതി സ്വീകരിക്കുന്ന ജീവാത്മാവിന് പുനർജന്മമില്ല. 2 ധ്രൂമാദിഗതി. ഇത് സ്വീകരിക്കുന്ന ജീവാത്മാവിന് പുനർജന്മമുണ്ട്. ജീവാത്മാവ് സ്വയം എടുക്കുന്ന തീരുമാനമാണിത്. അർച്ചിരാദിഗതി സ്വീകരിച്ച ജീവാത്മാവിൻ്റെ ഗതിയാണ് ഈ ശ്ലോകത്തിൻ്റെ വിഷയം. ഭവത്പരനായ ജീവാത്മാവ് സ്ഥൂല ശരീരം ഉപേക്ഷിച്ചു എങ്കിലും അഗ്നി, വാസരം, വളക്ഷ അതായത് ശുക്ലപക്ഷം, ഉത്തരായനം, സംവത്സരം എന്നിവയുടെ ദേവതമാർ ഓരോരുത്തരായി സ്വീകരിച്ച് ബഹുമാനിച്ച് അവരവരുടെ ലോകങ്ങളിലെ ഭോഗങ്ങൾ കൊണ്ട് ആനന്ദിപ്പിക്കും. സംവത്സര ദേവത ദേവലോകത്തിലൂടെ എന്നെ നയിച്ച് വായുദേവതയുടെ അതിഥിയായി രവിപദത്തിൽ എത്തിക്കും. ഭവത്പരത വിടാത്ത ഞാൻ അവിടെ നിന്ന് ചന്ദ്രലോകത്തിലും പിന്നെ വിദ്യുത് ലോകമായ ധ്രുവലോകത്തിലും എത്തിച്ചേരുന്നു. ശ്ലോകത്തിൽ ഉപനിഷത് പ്രോക്തമായ ഗതി പൂർണ്ണമായി വിവരിക്കുന്നില്ല. ഉത്തരായണ ദേവത കഴിഞ്ഞ് വായു, പിന്നെ ആദിത്യൻ, ചന്ദ്രൻ, അത് കഴിഞ്ഞ് വിദ്യുത് ലോകമായ ധ്രുവപദം എന്നിങ്ങനെയാണ് ബൃഹദാരണ്യത്തിൽ ആത്മാവിൻ്റെ അർച്ചിരാദിഗതിയെ വിവരിക്കുന്നത്. ഹരേ കൃഷ്ണ.